നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഏറെക്കാലമായി നടനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ വിജയും ഭാര്യ സംഗീത സ്വർണലിംഗവും തമ്മിലെ ബന്ധം അത്ര രസത്തിലല്ല എന്ന തരത്തിൽ സോഷ്യൽ മീഡിയ സജീവ ചർച്ചയിലായിരുന്നു. വിജയ്ക്ക് അദ്ദേഹത്തോടൊപ്പം വളരെ വർഷങ്ങളായി അഭിനയിക്കുന്ന നായിക നടിയുമായി അടുപ്പമുണ്ടെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു. ഇതിനൊന്നും എവിടെ നിന്നും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും വിജയുടെ ഭാര്യ സംഗീത സ്വർണലിംഗം നൽകിയ വിവാഹമോചന ഹർജി കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തിയിരുന്നു. ഏറെ നാളത്തെ ഗോസിപ്പുകൾ അവസാനിക്കാൻ പോകുകയാണെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. വിജയിൽ നിന്ന് വിവാഹമോചനം വേണ്ട എന്ന് കുടുംബ കോടതിയിൽ ഭാര്യ സംഗീത സ്വർണലിംഗം അറിയിച്ചതോടെ ദീർഘകാലമായി നിന്നിരുന്ന ഊഹാപോഹങ്ങൾക്ക് അവസാനമാവുകയാണ്. വിജയുടെ അമ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ സമവായ ചർച്ചകളിലൂടെ ഇരുവരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അത് ശരിവെക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ അരങ്ങേറിയത്. ഇതോടെ കോടതി നടപടികൾ അവസാനിച്ചു. മകൻ ജെയ്സൺ സഞ്ജയ് വിജയ് അച്ഛനോടുള്ള സ്നേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം അഭിമുഖത്തിൽ സംസാരിച്ചു. ഇതോടെ വിജയും ജെയ്സണും അകൽച്ചയിലാണെന്ന ഗോസിപ്പുകളും അവസാനിച്ചു. ഇപ്പോഴിതാ വിജയെയും ജെയ്സണിനെയും കുറിച്ച് യൂട്യൂബർ ചെഗുവേര പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ജെയ്സൺ സഞ്ജയിനെ വിളിച്ച് അഭിമുഖം ചെയ്യുമ്പോൾ ആ ചാനലും ഡിഡിയും ഇത്രയും വിവേകമുള്ള കുട്ടിയാണിതെന്ന് പ്രതീക്ഷിച്ചില്ല. അഭിമുഖത്തിൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കാമെന്ന് കരുതി. എന്നാൽ അത് നടന്നില്ല. വിജയ്ക്കരികിൽ ഇനി ജെയ്സൺ സഞ്ജയ് ഇരിക്കുമെന്ന ഭയം വിജയുടെ പാർട്ടി നേതാക്കൾക്കുണ്ടെന്നും ചെഗുവേര വാദിക്കുന്നു. വിജയുടെ ആരാധകരും അണികളും ഒരുപോലെ എതിർക്കുന്നയാളാണ് ചെഗുവേര. വിജയുടെ സ്വകാര്യ ജീവിതം സംബന്ധിച്ച് പല ആരോപണങ്ങളും ഇയാൾ തമിഴ് യൂട്യൂബ് ചാനലുകളിൽ പറഞ്ഞിട്ടുണ്ട്. വിജയ് ജെയ്സൺ സഞ്ജയിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണെന്നായിരുന്നു നേരത്തെ ചെഗുവേര ഉന്നയിച്ച വാദം. സ്നേഹമുള്ള അമ്മയ്ക്ക് പിറന്ന നല്ല മകനാണ് ജെയ്സൺ. നേരെ വിജയുടെ മാനേജർ ജഗദീഷിന്റെ കുത്തിന് പിടിച്ചു. കുടുംബം നീ തകർത്തില്ലേ എന്ന് ചോദിച്ചു. ഉടനെ വിജയ് മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. മകൻ ചെയ്തതിൽ എന്താണ് തെറ്റ്? തന്റെ അമ്മയ്ക്കും കുടുംബത്തിനും വേണ്ടിയാണ് മകൻ ജഗദീഷിന്റെ ഷർട്ടിന് പിടിച്ചത്. ശരിക്കും അത് വിജയുടെ പിതാവ് എസ് ചന്ദ്രശേഖർ ചെയ്യേണ്ട കാര്യമാണ്. ഷർട്ടിന് പിടിച്ച് ആട്ടി പുറത്താക്കണമെന്നാൽ അദ്ദേഹം ചെയ്തില്ല. പകരം മകൻ ചെയ്തു. ഇനിയുള്ള കാലത്ത് ഇന്ത്യയിൽ ഒരു നടനും മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല. ജനങ്ങൾ അഭിനേതാക്കളെ രാഷ്ട്രീയത്തിൽ സ്വീകരിക്കില്ല എന്നും ചെഗുവേര തറപ്പിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. ഇപ്പോൾ ചെഗുവേര വിജയ്ക്കെതിരെ കടുത്ത ഭാഷയിൽ സംസാരിക്കാറില്ല. അതേസമയം സംഗീത വിവാഹമോചന ഹർജി നൽകിയതിന് പിന്നാലെ ജെയ്സൺ സഞ്ജയ് അച്ഛനുമായി അകൽച്ചയിലാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അച്ഛന്റെ നിഴലിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കാനാണ് മകന്റെ തീരുമാനം. വിജയ്ക്ക് ആരോപണ വിധേയയായ നടിയുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അച്ഛനും മകനും തമ്മിൽ വലിയൊരു വഴക്ക് നടന്നുവെന്നും സഞ്ജയ് വീട് വിട്ടിറങ്ങാൻ അതാണ് കാരണമെന്നും നേരത്തെ പല തമിഴ് മാധ്യമങ്ങളിലും വാർത്ത വന്നിരുന്നു. അച്ഛനും മകനും അകൽച്ചയിലാണെന്നുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നതിനിടെ മകൻ ജെയ്സൺ സഞ്ജയ് നൽകിയ അഭിമുഖം വൈറലാവുകയാണ്. ജെയ്സണിനെ കുറിച്ചും വിജയെക്കുറിച്ചും ഇതുവരെ ഉണ്ടായിരുന്ന പല ധാരണകളും ഇല്ലാതാക്കുന്നതാണ് ഈ അഭിമുഖം. സിഗ്മ എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് സിനിമയിലേക്ക് വരാൻ ഒരുങ്ങുകയാണിപ്പോൾ താരപുത്രൻ. അച്ഛനുമായി ജെയ്സൺ അകൽച്ചയിലാണെന്നാണ് കുറെ നാളുകളായി അഭ്യൂഹമുണ്ട്. അമ്മയ്ക്കുണ്ടായ അപമാനം മനസ്സിലാക്കി അച്ഛനെ തള്ളിപ്പറഞ്ഞ മകനെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പലരും ജെയ്സൺ സഞ്ജയിനെ പ്രശംസിച്ചു. എന്നാൽ പുതിയ അഭിമുഖത്തോടെ പുറത്തുവന്ന വാർത്തകളെല്ലാം തെറ്റാണെന്ന് വ്യക്തമായി. അച്ഛനെക്കുറിച്ച് സ്നേഹത്തോടെയും അഭിമാനത്തോടെയുമാണ് ജെയ്സൺ സഞ്ജയ് സംസാരിക്കുന്നത്. അച്ഛൻ തമിഴ് സിനിമയിലെ ഏറ്റവും താരമൂല്യമുള്ള നടനായിരുന്നു. ഇന്ന് അദ്ദേഹം അഭിനയം നിർത്തി തമിഴ്നാട് മുഖ്യമന്ത്രിയായി നാട് ഭരിക്കുന്നു. ആ ഉത്തരവാദിത്വം തനിക്കും അനിയത്തിക്കും ഉണ്ടെന്നും എന്ത് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും കരുതലോടെയാണ് ചെയ്യുന്നതെന്നും ജെയ്സൺ സഞ്ജയ് പറഞ്ഞിരുന്നു. അതേസമയം വിജയെയും തൃഷയെയും കുറിച്ച് നടി കുട്ടിപത്മിനി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. തൃഷ എന്റെ മകളെ പോലെയാണ്. തൃഷയെ ആളുകൾ വല്ലാതെ കുറ്റപ്പെടുത്തുന്നു. ഒരു ഭാര്യയും ഭർത്താവും പിരിയുന്നതിന് പല കാരണങ്ങളുണ്ടാവും. ഒരു പെണ്ണ് കാരണം മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല. തൃഷയെ മാത്രം കുറ്റപ്പെടുത്തുന്നു. രണ്ട് കൈയും കൂട്ടിയടിച്ചാലേ ശബ്ദമുണ്ടാകൂ. രണ്ടുപേർ സൗഹൃദത്തിന്റെ പുറത്ത് ഒരുമിച്ച് കാറിൽ പോയത് എന്തിന് തെറ്റായി കാണുന്നു. മുഖ്യമന്ത്രിയായ വിജയൻ എനിക്കിഷ്ടപ്പെട്ട കാര്യം അദ്ദേഹം സാധാരണ ജീവിതം നയിക്കുന്നു എന്നതാണ്. പിറകിൽ നിന്ന് ചതിക്കുന്നില്ല. മറ്റുള്ളവർ ഒളിച്ചു കാര്യങ്ങൾ ചെയ്യുന്നു. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം നാടിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു. ആ സമയം കഴിഞ്ഞാൽ സാധാരണ മനുഷ്യൻ. അമേരിക്കയിലും സിംഗപ്പൂരിലുമെല്ലാം എല്ലാ മന്ത്രിമാരും അങ്ങനെയാണ്. സിംഗപ്പൂർ പ്രധാനമന്ത്രി സൈക്കിൾ ഓടിച്ചു പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും ജീവിതമുണ്ട്. മുഖ്യമന്ത്രി ആയതുകൊണ്ട് ജീവിതമേ ഇല്ലാതാകുമോ? അവർ തമ്മിൽ ഇപ്പോൾ സ്നേഹബന്ധമുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. എന്നാൽ ഗില്ലി സിനിമ ചെയ്യുന്ന കാലത്ത് അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു. ചന്ദ്രശേഖർ സർ അത് എതിർത്തു. കല്യാണം നടന്നില്ല. രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി. വിജയുടെ വിവാഹബന്ധം പിരിയാൻ കാരണം തൃഷയാണെന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റില്ല. ഈ അടുത്ത കാലത്താണ് തൃഷ വീണ്ടും വിജയ്ക്കൊപ്പം അഭിനയിച്ചത്. അതിനിടയിൽ അവർ പരസ്പരം കണ്ടിട്ട് പോലുമില്ല. സംഗീതയും വിജയും അകന്നിട്ട് 5-6 വർഷമായി. പിന്നെ എന്തിനാണ് തൃഷയെ കുറ്റപ്പെടുത്തുന്നത് എന്നും കുട്ടിപത്മിനി ചോദിക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സംഗീത വിവാഹമോചന ഹർജി സമർപ്പിച്ചത്. ലണ്ടനിൽ താമസിക്കുന്ന സംഗീത ഗുരുതരമായ
ഗുരുതരമായ ആരോപണങ്ങളാണ് വിജയ്ക്കെതിരെ ഉന്നയിച്ചിരുന്നത്. വർഷങ്ങളായി ഇരുവരും നല്ല ബന്ധത്തിലല്ല മുന്നോട്ടു പോകുന്നതെന്നും വിജയ്ക്ക് മറ്റൊരു നടിയുമായി ബന്ധമുണ്ടെന്നുമുള്ള ആരോപണവും സംഗീതയുടെ ഹർജിയിലുണ്ടായിരുന്നു. സംഗീത ആരോപിക്കുന്ന നടി ആര് എന്ന ചോദ്യം പല കോണിൽ നിന്നും ഉയർന്നു. തൃഷയെ സംബന്ധിച്ചാണ് ഹർജിയിൽ പറയുന്നത് എന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചകളും ചൂടുപിടിച്ചു. എന്നാൽ സംഗീതയോ വിജയോ ഇതുവരെ ഇക്കാര്യത്തിൽ വ്യക്തമായ പ്രതികരണം നടത്തിയിട്ടില്ല. ഹർജി പിൻവലിക്കുക കൂടി ചെയ്തതോടെ ഈ വിഷയം കെട്ടടങ്ങും. രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കെ വിജയ്ക്ക് വലിയ ആശ്വാസമാണിത്. നടൻ വിജയുടെ ആരാധികയായിരുന്നു സംഗീത. ശ്രീലങ്കൻ തമിഴ് പശ്ചാത്തലമുള്ള വ്യവസായ കുടുംബാംഗമാണ് അവർ. 1998 വിവാഹം നടത്താൻ തീരുമാനിച്ചത്. ബ്രിട്ടനിൽ വിവാഹ നിശ്ചയം നടന്നു. 1999 ചെന്നൈയിൽ വെച്ച് പരമ്പരാഗത രീതിയിൽ വിവാഹം നടന്നു. ജെയ്സൺ സഞ്ജയ്, ദിവ്യ സാഷ എന്നീ 2 മക്കളുണ്ട്. അതേസമയം 27 വർഷം നീണ്ട ദാമ്പത്യം അവസാനിപ്പിക്കാൻ അനുമതി തേടിയാണ് സംഗീത കോടതിയെ സമീപിച്ചത്. 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം സംഗീത സമർപ്പിച്ച ഹർജിയിൽ വിജയ്ക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. തെന്നിന്ത്യയിലെ പ്രമുഖ നടിയുമായി വിജയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്നായിരുന്നു സംഗീതയുടെ പ്രധാന ആരോപണം. ഹർജിയിൽ നടിയുടെ പേര് നേരിട്ട് പരാമർശിച്ചിട്ടില്ലെങ്കിലും ഇത് സഹനടി തൃഷ കൃഷ്ണനാണെന്ന തരത്തിൽ വലിയ രീതിയിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചു. 2021 ഏപ്രിലാണ് ഈ ബന്ധത്തെക്കുറിച്ച് താൻ അറിയുന്നത് എന്നായിരുന്നു സംഗീത ഹർജിയിൽ വെളിപ്പെടുത്തിയത്. ഈ ബന്ധം അവസാനിപ്പിക്കാമെന്ന് വിജയ് പലതവണ ഉറപ്പു നൽകിയെങ്കിലും നടിക്കൊപ്പമുള്ള യാത്രകളും പൊതുപരിപാടികളിലെ പങ്കാളിത്തവും അദ്ദേഹം തുടർന്നുവെന്നും നടി ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരം പങ്കുവച്ചത് തനിക്കും മക്കൾക്കും വലിയ രീതിയിൽ മാനസിക വിഷമവും പൊതുസമൂഹത്തിൽ വലിയ അപമാനവും ഉണ്ടാക്കിയെന്നും സംഗീത ഹർജിയിൽ ആരോപിച്ചു. വിജയുടെ ഭാഗത്തു നിന്നുണ്ടായ വൈകാരികമായ പിൻവാങ്ങൽ ദാമ്പത്യം തകരാൻ കാരണമായി. വീട്ടിൽ തനിക്ക് അനുകൂലമല്ലാത്ത അന്തരീക്ഷം സൃഷ്ടിച്ച് തന്നെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുകയും കുടുംബത്തെ അവഗണിച്ച് സ്വന്തം രാഷ്ട്രീയ പൊതു ജീവിതത്തിൽ മാത്രം വിജയ് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. ഇതിനു പുറമെ തനിക്ക് കർശനമായ സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്നും സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞതായും പതിവായി ലഭിക്കേണ്ടിയിരുന്ന അടിസ്ഥാന ഗാർഹിക സൗകര്യങ്ങൾ പോലും വിജയ് നിഷേധിച്ചതായും ഹർജിയിൽ പറഞ്ഞിരുന്നു. തമിഴ് സിനിമാ ലോകത്തെ മാതൃകാ ദമ്പതികളായിരുന്ന ഇവരുടെ വേർപിരിയൽ വാർത്ത ആരാധകരെ വലിയ രീതിയിൽ നിരാശരാക്കിയിരുന്നു. 1996 വിജയുടെ പൂവേ ഉനക്കാക എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം കണ്ട് ലണ്ടൻ നിവാസിയായ സംഗീത അദ്ദേഹത്തിന്റെ ആരാധകയാകുകയായിരുന്നു. തുടർന്ന് പ്രണയത്തിലായ ഇരുവരും 1998 UK വെച്ച് നിയമപരമായി വിവാഹം രജിസ്റ്റർ ചെയ്യുകയും 1999 ചെന്നൈയിൽ വെച്ച് പരമ്പരാഗത രീതിയിൽ വിവാഹിതരാവുകയും ചെയ്തു. ഇവർക്ക് ജെയ്സൺ സഞ്ജയ്, ദിവ്യ സാഷ എന്നിങ്ങനെ 2 മക്കളുണ്ട്. രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി പദവിയിലേക്ക് വിജയ് എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ കുടുംബ വഴക്ക് കോടതിക്ക് മുന്നിലെത്തിയത്. വിജയുടെ അമ്മ ശോഭാ ചന്ദ്രശേഖർ സംഗീതയുമായി സംസാരിച്ചെന്നും വിവാഹമോചനമെന്ന തീരുമാനത്തിൽ നിന്നും സംഗീതയെ പിന്തിരിപ്പിച്ചുവെന്നും സംഗീത തിരിച്ച് ചെന്നൈയിലെ വിജയുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ നേരത്തെ തന്നെ പ്രചരിച്ചിരുന്നു. സംഗീതയും വിജയും വീണ്ടും ഒന്നിക്കുകയാണോ അതോ നിയമപരമല്ലാതെ പിരിഞ്ഞ് സെറ്റിൽമെന്റിന് തയ്യാറായതാണോ എന്ന് വ്യക്തമല്ല. 5 വർഷത്തിലേറെയായി അകൽച്ചയിലാണെന്നാണ് ഡിവോഴ്സ് പെറ്റീഷനിൽ സംഗീത പറഞ്ഞിരുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.